പ്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ചന്നപ്പെട്ട സ്വദേശിയാണ്. ഈ ശുശ്രൂഷയിലേക്ക് വരുവാൻ കാരണം എൻ്റെ മാതൃ ഇടവകയാണ്, എൻ്റെ ദേശമാണ്. എൻ്റെ വളരെ ചെറുപ്പകാലം മുതൽ തന്നെ ദേവാലയവുമായി ബന്ധപ്പെടുത്തിയാണ് എൻ്റെ പിതാവും മാതാവും എന്നെ വളർത്തിയത്. നമ്മുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു ഞങ്ങളൊക്കെ ദൈവമുള്ളവരായി ജീവിക്കണം എന്നുള്ളത്. നാം ഒക്കെ ദൈവത്തിൻ്റെ സ്വപ്നങ്ങളാണ്. ദൈവത്തിൻ്റെ പ്രതീക്ഷകൾക്കനുസരണമായിട്ട് നമ്മുടെ ജീവിതം രൂപപ്പെടുമ്പോഴാണ് അത് ഏറ്റവും അർത്ഥവത്തായ ഒരു ജീവിതമായിട്ട് മാറുന്നത്. ദൈവം തമ്പുരാൻ ഈ ലോകത്ത് ജീവിക്കാൻ അവസരം തരിക അത് വലിയ ഭാഗ്യമാണ്. കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കഴിയുന്നത് അതിനേക്കാൾ മെച്ചപ്പെട്ടതായ അനുഭവമാണ്. ഈ യാത്രയിലൊക്കെ ഞാനൊരു മിഷണറി പട്ടക്കാരനായിരുന്നു എന്ന് പറയുന്നത് എനിക്കേറെ അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാനൊക്കെ എനിക്ക് അവസരം ലഭിച്ചു. ആ സ്കൂളുകളിൽ കൂടെയൊക്കെ ഗ്രാമങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി സാധ്യമാക്കുന്ന അങ്ങനെ ഒരു ദൈവസ്നേഹം പങ്കുവയ്ക്കുന്ന അനുഭവമൊക്കെ സാധ്യമായിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ളവരെ ഈ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാനും അവരുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുവാനും ധാരാളമായിട്ട് അവസരങ്ങൾ സാധ്യമായി. 116 സങ്കീർത്തനം അതിൻ്റെ 1, 2 വാക്യങ്ങൾ. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനയും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തൻ്റെ ചെവി എങ്കിലേക്ക് ചായിച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും എന്നുള്ളതാണ്. ഈ ദൈവം എത്ര നല്ല ദൈവമാണ്. നമ്മുടെ ചെറിയ മർമറിങ് കേൾക്കുവാൻ ദൈവം ചെവി എൻ്റെ അടുത്തേക്ക് ചായിക്കുന്നു. അതല്ലേ ജീവിക്കാനുള്ളതായ ധൈര്യം. എൻ്റെ കൊച്ചു ഒരുപക്ഷെ ഒരു ദീർഘനിശ്വാസം പോലും ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് ഓൺലി വൺ റീസൺ വി നീഡ് ടു ലവ് ഗോഡ്. അത് ഏറ്റവും അനുഗ്രഹീതമായൊരു തിരിച്ചറിവായിട്ട് ഞാൻ ആ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതായ ഒന്നാണ്. 127 വർഷത്തെ ഒരു ചരിത്രം അവകാശപ്പെടുന്ന ഒരു ഇടവകയാണിത്. ഈ ഇടവകയിൽ 510 കുടുംബങ്ങളാണ് ഇപ്പോൾ അംഗങ്ങളായിട്ടുള്ളത്. കറ്റാനം സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ എല്ലാ സംഘടനകളും സജീവമാണ്. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് ഇവിടുത്തെ ഗായക സംഘം എന്നുള്ളത്. വളരെ ഭംഗിയായിട്ട് പാട്ട് പാടുവാൻ വേണ്ടി എൻ്റെ കോയർ മെമ്പേഴ്സ് എടുക്കുന്നൊരു സ്ട്രഗിൾ, വല്ലാതെ അതിനുവേണ്ടി അവർ അധ്വാനിക്കുന്നുണ്ട്. പ്രായഭേദമന്യേ എല്ലാവരും ഇതിൻ്റെ ഭാഗമാകുമ്പോൾ ഇത് സജീവമായി നിൽക്കുന്നു. ഇടവക ഈ ഗായക സംഘത്തെക്കുറിച്ച് വളരെ അഭിമാനിക്കുന്ന ഒന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരച്ഛനോ ഒരു ഇടവകയ്ക്കോ ചെയ്യാനൊക്കാത്തൊരു കാര്യമാണ് ഇന്നത്തെ മീഡിയയിൽ കൂടി യേശു കർത്താവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത്. അത് നിശ്ചയമായിട്ട് ചെയ്യുവാൻ ഈ ടീമിനെ കൊണ്ട് സാധ്യമാകുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ യുദ്ധങ്ങളും സങ്കടകരമായ വാർത്തകളും വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു ഹീലിംഗ് ആകുന്നത് ദ വെരി ക്രൈസ്റ്റ് പ്രസൻസ് ആണ്. അത് ചെയ്യുവാനായിട്ട് ഈ ടീമിനെ സാധ്യമാകുന്നു. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും കറ്റാനം സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ പേരിൽ നേരുകയും ചെയ്യുന്നു. God bless you.